കൊൽക്കത്തയിലെ വളരെ ഫേമസ് ആയ ഒരു സ്ട്രീറ്റ് ഫുഡാണ് കൊൽക്കത്ത സ്റ്റൈൽ എഗ് റോൾ. വളരെ സിമ്പിൾ ആയ ഒരു മെത്തേഡാണിത്. അപ്പോൾ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എഗ് റോളിന്റെ റെസിപ്പിയാണ്. ഐ എം ഷെഫ് ലിഷൻ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. എഗ് റോൾ തയ്യാറാക്കാൻ വേണ്ടി ഒരല്പം മൈദ മാവാണ് നമ്മൾ എടുക്കുന്നത്. പിന്നീട് ഈ മാവിലേക്ക് ഒരല്പം ലൂസായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ, അല്പം ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നീട് അല്പം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഡോ കുഴയ്ക്കാനുള്ള അളവിനുള്ള വെള്ളം പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിതിലൊരു ഡോ ഷേപ്പിലാക്കി നല്ലപോലെ കുഴച്ച് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അളവ് അതിൽ നോക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഡോ ഉണ്ടോ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിനെ ഒന്ന് പുളിപ്പിക്കാൻ വെക്കണം. അതിനുവേണ്ടി നമുക്കിതിലേക്ക് അല്പം ഓയിലും കൂടെ തടവി കൊടുക്കുക. പിന്നീട് ഒരു നനഞ്ഞ ഈർപ്പമുള്ള തുണി ഉപയോഗിച്ച് നമുക്ക് ഈ ഡോയിനെ ഒന്ന് മൂടി വെക്കാം. ഒരു 15 മിനിറ്റിലേക്ക് നമുക്ക് ഈ ഈർപ്പമുള്ള തുണി ഇട്ട് നമുക്കൊന്ന് ഡോയിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ കൊണ്ട് നമുക്ക് എഗ് റോളിലേക്കുള്ള സ്റ്റഫിങ്ങിനുള്ള സാലഡ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ സാലഡ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല വളരെ കനം കുറച്ച് കട്ട് ചെയ്തേക്കുന്ന സ്ലൈസ് ചെയ്തേക്കുന്ന ഒനിയനാണ് വേണ്ടത്. പിന്നീട് വളരെ കനം കുറച്ച് ജൂലിയൻ ചെയ്ത് വെച്ചേക്കുന്ന കുക്കുംബർ നമ്മളിത് ഒനിയനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന അല്പം പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ലൈം ജ്യൂസ് നമ്മളിതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. അതിനുശേഷം കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ വെജിറ്റബിളിനൊക്കെ. കാര്യം വെജിറ്റബിൾ അധികം അളിയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഈ ലൈം ജ്യൂസ് ഈ വെജിറ്റബിളിൽ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഈ സാലഡ് ഒന്ന് ചില്ലാകാൻ വെക്കാം. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ആ ടൈം കൊണ്ട് നമ്മുടെ ഡോ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നല്ല പുളിച്ച് സെറ്റപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡോയിനെ ഒന്നുകൂടെ എടുത്ത് നല്ലപോലെ അതുപോലെ ഒന്ന് നീഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ നല്ലപോലെ ജസ്റ്റ് ഒന്ന് നീഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ചെറിയ ബോളുകളാക്കി പിടിക്കാം. കണ്ടോ, ഇതുപോലെ ചെറിയ ബോളുകളാക്കി നമുക്ക് ഒന്ന് പിടിക്കുക. ജസ്റ്റ് ആ ബോളിനെ നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. കാരണം ഓൾമോസ്റ്റ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ബോൾ സെറ്റായിട്ടുണ്ട്. പിന്നീട് നമുക്കിതിനെ ഒന്ന് പരത്താം. സെയിം നമ്മൾ അതിലേക്ക് അല്പം ഓയിൽ തടവി കൊടുത്ത ശേഷം സെയിം പൊറോട്ട അടിക്കുന്ന സെയിം പ്രൊസീജിയർ നമ്മളിവിടെ എടുക്കുകയാണ്. സെയിം മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ബട്ട് നമ്മളൊരു കാര്യം, പൊറോട്ടയുടെ അത്ര വലിപ്പം വേണ്ടെന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ. സെയിം പൊറോട്ട അടിക്കുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് ഈ ഡോയിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എഗ് റോളിന് വേണ്ടി. അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആ മുട്ട നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. പിന്നീട് നമ്മുടെ ഒരു തവ വെച്ച് തവ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം വെജ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചേക്കുന്ന നമ്മുടെ ഷീറ്റ് അഥവാ റോള് അത് നമുക്കിതിലേക്ക് ഇട്ട് ഓരോ സൈഡും ഹാഫ് കുക്കാക്കി എടുക്കുക. 2 സൈഡും ഹാഫ് കുക്കായ ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് തവയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഹാഫ് കുക്കാക്കി വെച്ചേക്കുന്ന നമ്മുടെ റൊട്ടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കുക്കാകുന്ന രീതിയിലൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സലാഡ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. സലാഡ് ഇട്ട ശേഷം അല്പം ചാറ്റ് മസാലയാണ് നമ്മൾ സീസണിങ്ങിനായി ഉപയോഗിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് അല്പം ലൈം ജ്യൂസും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നീട് അല്പം റെഡ് ചില്ലി സോസും കൂടെ ഈ സാലഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇത് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ഓരോരുത്തരുടെ സ്റ്റൈലിൽ എങ്ങനെ വേണം റോൾ ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ഉപയോഗിച്ചോ ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ വാഴയില ഉപയോഗിച്ചോ എങ്ങനെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീറ്റ് ഫുഡായ എഗ് റോൾ റെഡി ആയിട്ടുണ്ട്.